മുഈദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വിശുദ്ധമായ റമളാൻ എന്ന് പറഞ്ഞാൽ മഖലു ശഹരി റമളാന, കടന്നു വരാനൊരുങ്ങുന്ന വിശുദ്ധമായ റമളാനിന്റെ പരിപാവനത, അതിന്റെ ശ്രേഷ്ഠത, ആ റമളാനാകുന്നത് ഫിശ്ശുഹൂരി കമസലി യൂസുഫ വ ഇഖ്വതിഹി. ആ റമളാൻ മാസം യൂസുഫ് നബിയെ പോലെയാണ്, യൂസുഫ് നബിയുടെ സഹോദരങ്ങളെ പോലെയാണ്. فكما أن يوسف كان أحب أولاد يعقوب إليه, തന്റെ 12 മക്കളിൽ യാക്കൂബ് നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആയിരുന്നു. ഇതുപോലെയാണ് ആ 11 പേരെക്കാളും 12ാമനായ യൂസുഫ് നബിയെ യാക്കൂബ് നബി എത്രമേൽ ഇഷ്ടപ്പെട്ടോ അത്രമേൽ കദാലിക റമളാൻ, വിശുദ്ധമായ റമളാൻ ഇതുപോലെയാണ്. അഹബ്ബു ശുഹൂരി ഇലല്ലാഹ്, 12 മാസങ്ങൾ ഇവിടെ നിലകൊള്ളേ, ആ 12 മാസങ്ങളിൽ 11 മാസത്തിനേക്കാളും ജഗന്നിയന്താവായ പരിപാലകനായ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ഒരു മാസമാണ് വിശുദ്ധമായ റമളാൻ. എന്ന് മാത്രമല്ല, വകമാ അന്നല്ലാഹ ഗഫറ ലി 11 മിൻ ഇഖ്വതി യൂസുഫ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങളിൽ നിന്നുമുള്ള ആ 11 ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുത്തല്ലോ. ആ മാപ്പ് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ബിശഫാഅത്തി യൂസുഫ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശഫാഅത്ത്, ആ യൂസുഫ് നബിയുടെ ശുപാർശ കാരണമായിരുന്നു ഈ 11 സഹോദരങ്ങൾക്കും അല്ലാഹു പുറത്തു കൊടുത്തത്. എങ്കിൽ കദാലിക യഗ്ഫിറുല്ലാഹു ദുനൂബ 11 ശഹ്റൻ ബിബറകത്തി ശഹ്രി റമളാൻ, പരിപാവനമായ വിശുദ്ധമായ റമളാൻ എന്ന ഒറ്റ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് 11 മാസം ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ തെറ്റുകളെയും പുറത്തു തരാൻ, 11 മാസക്കാലം കറകളുമായി നടന്ന പാപപങ്കിലമായ ജീവിതം നയിച്ച ജീവിതത്തിന്റെ പാപങ്ങളെ കഴുകിക്കളയാൻ അല്ലാഹു പുറത്തു തരുന്നത് ഈ റമളാനിനെ മുൻനിർത്തിയാണ് എന്ന് 10 സഹോദരങ്ങളുടെ പിഴവ് തിരുത്താൻ യൂസുഫ് നബി വേണ്ടി വന്നതുപോലെ 11 മാസത്തിന്റെ പിഴവ് തിരുത്താൻ വിശുദ്ധമായ റമളാൻ വേണ്ടി വരുമെന്ന് പറയുമ്പോ അവിടെയും നിർത്തിയില്ല, മറ്റൊന്നു കൂടിയുണ്ട്. കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോയ മകനെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ വേദനിച്ച് കരഞ്ഞ് തളർന്ന കണ്ണുമായി യാക്കൂബ് നബി നിൽക്കെ, യാക്കൂബ് നബിക്ക് തിരികെ കാഴ്ച ലഭ്യമായത് യൂസുഫ് നബി എന്ന് പറയുന്ന മകനെ കൊണ്ടായിരുന്നെങ്കിൽ, ആ ഇരുൾ വീണുപോയ കണ്ണിലേക്ക് പ്രകാശം തിരികെ വന്നത് യൂസുഫ് നബിയെ കണ്ടപ്പോഴായിരുന്നെങ്കിൽ, ആ സാന്നിധ്യത്തിലായിരുന്നെങ്കിൽ, ഇരുണ്ട ഹൃദയങ്ങൾ പ്രകാശിക്കാൻ വിശുദ്ധമായ റമളാൻ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ വിശുദ്ധമായ റമളാൻ എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊറുക്കപ്പെടാത്തതായിരുന്നല്ലോ ജീവിതം കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ജീവിതത്തിൽ